ഈ പൊള്ളുന്ന ചൂടിൽ ശരീരം തണുപ്പിക്കാൻ റാഗിയേക്കാൾ മികച്ച മറ്റൊന്നില്ല. നല്ല ദഹനത്തിനും പ്രമേഹം നിയന്ത്രിക്കാനും പ്രോബയോട്ടിക്സ് ചേർത്ത ഈ ഒരു ഗ്ലാസ് മതി. റാഗി കഞ്ചി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ 2 സ്പൂൺ റാഗിയിലാകും. ഞാൻ 2 സ്പൂണ് സ്പൗട്ടർ റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന റാഗി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കട്ട പിടിക്കാണ്ട് ഇതൊന്ന് കുറുക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ കട്ടയാവും. അതിനോടൊപ്പം നമുക്കിത് കറക്റ്റ് അളവിൽ കുക്ക് ചെയ്തും കിട്ടണം. നമ്മളുടെ റാഗിയുടെ കളറൊക്കെ മാറി നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു അളവിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒത്തിരി കട്ട പിടിക്കേണ്ട ആവശ്യമില്ല. തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടൊന്ന് തിക്കാവാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ റാഗി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കട്ടയില്ലാണ്ട് വേണം നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാൻ. ഇത് ഞാൻ ഒരു കലത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റാഗി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾക്കിത് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന തൈരിലെ നല്ല ബാക്ടീരിയകൾ ഈ റാഗിയുടെ ചൂട് കൊണ്ട് ചത്തുപോകാനിടയുണ്ട്. പൊളിച്ച കട്ട തൈരെടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഡ്രിങ്കിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ 1 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മളുടെ വീട്ടിൽ ഉറയടിച്ചെടുക്കുന്ന തൈരൊക്കെയാണ് വളരെ ടേസ്റ്റി ആയിരിക്കും. ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടുതലാണ്. ആ കപ്പ് കഴുകി 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർത്തത് ഈ ക്ലിപ്പിൽ കിട്ടിയിട്ടില്ല. ഇനി നമ്മൾക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ തൈരിൻ്റെ കട്ടയൊക്കെ ഉടച്ച് റാഗിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാണ്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരുപാട് എരിവൊക്കെ ചൂടുകാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾക്ക് ഇത് എത്ര ലൂസാക്കി കുടിക്കണോ അത്രയ്ക്കും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. നല്ല തണുത്ത വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മളുടെ തൈരും റാഗിയും പച്ചമുളകിൻ്റെ ടേസ്റ്റും ഒക്കെ ഇതിലേക്ക് ഇറങ്ങണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിലും ഇങ്ങനെ കുടിക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടി ഒന്ന് താളിച്ചിടുന്നുണ്ട്. അതിനായിട്ട് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. 1/4 സ്പൂണ് കടുക് പൊട്ടിക്കാം. സ്റ്റെപ്പില്ലാതെയാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ അതിലേക്ക് 1/4 സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കുടിക്കാൻ ശ്രദ്ധിക്കണം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 സ്പൂൺ നല്ല ജീരകമാണ്. നല്ല ദഹനത്തിന് വേണ്ടി നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ റാഗി കഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ കുടിക്കാൻ തന്നെ. ശരീരഭാരം നിയന്ത്രിക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ഒക്കെ നല്ല ഒരു ഹെൽത്തി ഡ്രിങ്കാണിത്. പ്രമേഹം നിയന്ത്രിക്കുന്നവർക്കാണെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര തുള്ളി പോലും ചേർക്കരുത്. ഇതേപോലെ ഉപ്പിട്ട് തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. വൈകുന്നേരങ്ങളിൽ കുടിക്കുന്നത് ഒഴിവാക്കുക. കാരണം തൈരൊക്കെ ഉള്ളതുകൊണ്ട് ചിലർക്ക് സൈനസ് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും എരിവുമൊക്കെ ഓരോരുത്തരുടെ കണക്കനുസരിച്ച് എടുക്കുക. നല്ല പുളിയുള്ള തൈര് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കൊരു കപ്പിലേക്ക് മാറ്റാം. അയണും കാൽഷ്യവും ഒക്കെ ഒരുപാട് അടങ്ങി ഈ റാഗിയിലെ തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി സമ്മർ ഡ്രിങ്ക് ആയിട്ട് മാറും. ഇനി ഇത് പുളിപ്പിച്ചുണ്ടാക്കുന്ന റാഗി അമ്പലിയുടെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിരിക്കും നമ്മളുടെ വയറിനൊക്കെ. നിങ്ങൾക്കിഷ്ടമാകും. ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. വളരെ ടേസ്റ്റിയായ സമ്മർ ഡ്രിങ്ക്സ് റാഗി കഞ്ചി ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇത് 4 പേർക്ക് കഴിക്കാം കേട്ടോ, ഈ ഒരളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.
അടുത്ത വീഡിയോയിൽ പേൾ മില്ലറ്റ് വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കൂളാണ് ഉണ്ടാക്കുന്നത്. ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.